നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പണ്ട് മുതലേ ഇന്ത്യയുമായുള്ള സംഘർഷത്തിൽ തോറ്റു പിൻവാങ്ങിയാണ് പാകിസ്ഥാന് ചരിത്രമുള്ളത്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം സംഘർഷങ്ങൾ മനഃപൂർവ്വം വർദ്ധിപ്പിച്ചതാണ് പാകിസ്ഥാൻ. ആ പാകിസ്ഥാൻ ഇപ്പോൾ ഏതാണ്ട് അക്കിടി പറ്റിയ അവസ്ഥയിലാണ് ഇരിക്കുന്നത്. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്ന് മനസ്സിലാക്കിയ പാകിസ്ഥാൻ നിലവിൽ ഇതൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കി തീർക്കാനുള്ള ഭയങ്കര വലിയ ഒരു ശ്രമത്തിലാണ്. ഇന്ത്യയെ പ്രകോപിപ്പിച്ച പാകിസ്ഥാന് നാലുപാടു നിന്നും നല്ല മുട്ടൻ പണി തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ്റെ ഈ തോൽവിക്ക് പിന്നിലും ഇന്ത്യയുടെ ജയത്തിനു പിന്നിലുമുള്ള പ്രധാന കാരണം അത് ഇന്ത്യയുടെ ചങ്കുറപ്പ് മാത്രമല്ല, എല്ലായിടത്തുമുള്ള അവിടെയെല്ലാമുള്ള റഷ്യ എന്ന അധികായരുടെ സാന്നിധ്യം കൂടെയാണ് എന്നത് എടുത്തു പറയേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാകണം പാകിസ്ഥാൻ ഇപ്പോൾ റഷ്യയോട് സഹായം അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. റഷ്യയിലെ പാകിസ്ഥാൻ പ്രതിനിധി മുഹമ്മദ് ഖാലിദ് ജമാലി റഷ്യയ്ക്ക് ഇന്ത്യയുമായി സവിശേഷമായ ഒരു പങ്കാളിത്തമുണ്ടെന്നും 1966 താഷ്കെൻഡിൽ മുൻ സോവിയറ്റ് പ്രധാനമന്ത്രി സായുധ പോരാട്ടം അവസാനിപ്പിക്കാൻ സഹായിച്ചതുപോലെ ഇത്തവണയും മധ്യസ്ഥത വഹിക്കാൻ റഷ്യ ഇടപെടണമെന്നുമാണ് മുഹമ്മദ് ഖാലിദ് ജമാലി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യയുമായി റഷ്യയ്ക്കുള്ളത് പതിറ്റാണ്ടുകളുടെ സൗഹൃദം തന്നെയാണ്. ഇന്ത്യ എന്തുകൊണ്ട് റഷ്യയോട് പണ്ട് മുതലേ ഇത്ര അടുപ്പം കാണിച്ചിരുന്നു എന്നത് ചരിത്രം പരിശോധിച്ചാൽ വ്യക്തമാകുന്ന ഒരു കാര്യമാണ്. അതറിയുന്ന ആർക്കും റഷ്യയെ ഇന്ത്യയുടെ പ്രധാന സൗഹൃദ വലയത്തിൽ നിന്നും പറിച്ചു മാറ്റാനും സാധിക്കില്ല. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് 1972 ഇന്ത്യ പാക് യുദ്ധം. സാക്ഷാൽ അമേരിക്കയും ചൈനയും ബ്രിട്ടനുമൊക്കെയാണ് അന്ന് പാകിസ്ഥാനു വേണ്ടി കളത്തിൽ ഇറങ്ങിയിരുന്നത്. പാകിസ്ഥാനേക്കാളും കരുത്തരാണെങ്കിലും ഇന്നത്തെ അത്ര സാങ്കേതിക മികവ് അന്ന് ഇന്ത്യക്കുണ്ടായിരുന്നില്ല. പക്ഷേ പ്രബല ശക്തികളുടെ ഓരോ നീക്കത്തെയും ഇന്ത്യ തുടക്കത്തിൽ തന്നെ ശക്തമായി നേരിടുകയും ചെയ്തിരുന്നു. പാകിസ്ഥാനു വേണ്ടി ഒരു യുദ്ധം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ കിഴക്കൻ പാകിസ്ഥാനിലെ സ്ഥിതിഗതികളും ഇന്ത്യ എങ്ങനെ ഇടപെടുമെന്നുമൊക്കെ അമേരിക്ക നേരത്തെ തന്നെ കണക്കാക്കിയിരുന്നു. കിഴക്കൻ പാകിസ്ഥാൻ തകരുന്നു എന്ന വിവരം കിട്ടിയ അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ USS എൻ്റർപ്രൈസസിനോട് ബംഗാൾ ഉൾക്കടലിലേക്ക് നീങ്ങാൻ ഡിസംബർ 9 നിർദ്ദേശം നൽകുന്നു. അങ്ങനെ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കി വെടിനിർത്തലിലേക്ക് രാജ്യത്തെ കൊണ്ടുവരിക എന്നതായിരുന്നു അമേരിക്കയെ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഈ നീക്കം മനസ്സിലാക്കിയ ഇന്ത്യൻ ഇൻ്റലിജൻസ് അതിനെതിരെ പദ്ധതികൾ ആസൂത്രണം ചെയ്തു തുടങ്ങി. അങ്ങനെ ഇന്ത്യക്കെതിരെ ഒരു പടയൊരുക്കവുമായി അമേരിക്കയുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആണവോർജ യുദ്ധക്കപ്പലിൽ ആണവായുധ ശേഷിയുള്ള 70-ലേറെ ഫൈറ്റർ വിമാനങ്ങളുമായി അമേരിക്ക ശ്രീലങ്കയിലെത്തുന്നു. ഇന്ത്യയുടെ അന്നത്തെ ശക്തി എന്ന് പറയുന്നത് INS വിക്രാന്ത് എന്ന യുദ്ധക്കപ്പൽ മാത്രമായിരുന്നു. അതിൻ്റെ 5 മടങ്ങ് ശക്തിയായിരുന്നു US എൻ്റർപ്രൈസസിന് ഉണ്ടായിരുന്നത്. ഇതേ സമയം തന്നെ ബ്രിട്ടനും ഇന്ത്യക്കെതിരെ പടയൊരുക്കവുമായി എത്തുന്നുണ്ട് എന്ന വിവരം സോവിയറ്റ് ഇൻ്റലിജൻസ് ഇന്ത്യക്ക് വിവരം നൽകിയിരുന്നു. അപ്പോൾ ഒരേ സമയം ഇരുവശത്തു നിന്നും വമ്പൻ ശക്തികൾ അന്ന് ഇന്ത്യക്ക് നേരെ പാകിസ്ഥാനു വേണ്ടി പാഞ്ഞടുത്തുകൊണ്ടിരുന്നു. ഭീഷണികൾക്ക് മുന്നിൽ ഇന്ത്യ വഴങ്ങില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് യുദ്ധമെങ്കിൽ യുദ്ധം എന്ന ചിന്തയിൽ അമേരിക്കയും ബ്രിട്ടനും ആ തീരുമാനം എടുത്ത് മുന്നേറിയത്. അങ്ങനെ യുദ്ധം മൂർധന്യാവസ്ഥയിലേക്ക് തിരിയുന്നു. ഒരു വശത്ത് ബേ ഓഫ് ബംഗാളിൽ നിന്ന് അമേരിക്കയും മറുവശത്ത് അറേബ്യൻ കടലിൽ നിന്ന് HMS ഈഗിൾ എന്ന അത്യാധുനിക കപ്പലുമായി ബ്രിട്ടനും. ഇന്ത്യയെ ആക്രമിക്കാനായി ഇവർ രണ്ടുപേരും പുറപ്പെട്ടിരിക്കുകയാണ്. അമേരിക്കൻ ഗെയിമിൻ്റെ ഭാഗമായിരുന്നു ഇതെല്ലാം. അന്ന് അടിപതറാതെ പിടിച്ചുനിന്ന യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകില്ലെന്നും അങ്ങനെ പാകിസ്ഥാൻ്റെ മുന്നിൽ രാജ്യത്തിൻ്റെ യശസ് ഒരു കാരണവശാലും അടിയറവ് വയ്ക്കില്ലെന്നും ദൃഢനിശ്ചയമെടുത്തിരുന്ന ഇന്ത്യയുടെ അയൺ ലേഡി ഇന്ദിരാഗാന്ധി ഇന്ത്യൻ തലസ്ഥാനമായ ഡൽഹിയിൽ നിന്നും ഒരു എമർജൻസി മെസ്സേജ് സോവിയറ്റ് യൂണിയനിലേക്ക് അയക്കുന്നു. പിന്നീട് സംഭവിച്ചത് ലോക ചരിത്രത്തിലെ തന്നെ നിർണായക നിമിഷങ്ങളായിരുന്നു. ഒരു ഇന്ത്യക്കാരനും മറക്കാനിടയില്ലാത്ത സംഘർഷ ചരിത്രത്തിലെ ഒരു സിനിമാറ്റിക് ട്വിസ്റ്റായിരുന്നു അത്. ഇരുവശത്തു നിന്നും അമേരിക്കയും ബ്രിട്ടനും ആക്രമണ പരവേശവുമായി ഇന്ത്യയിലേക്ക് എടുക്കുകയും ഇന്ത്യൻ INS വിക്രാന്ത് പാവം പരിഭ്രാന്തിയോടെയും പ്രത്യാക്രമണം ചെയ്യണമെന്ന ബോധത്തോടെയും എന്നാൽ അല്പം ഭയത്തോടെയും നിൽക്കുമ്പോൾ കടലിനടിയിൽ നിന്നും ഒരു പുതിയ സബ്മറൈൻ പ്രത്യക്ഷപ്പെട്ടു.
ഒപ്പം ആണവായുധങ്ങൾ ഘടിപ്പിച്ച യുദ്ധക്കപ്പലുകളും അന്തർവാഹിനികളുമൊക്കെ ഇവർക്കിടയിലേക്ക് പാഞ്ഞടുത്തു. സംഭവിച്ചത് ഇതാണ്. ഇന്ദിരാഗാന്ധിയുടെ സന്ദേശം കിട്ടിയ പാടെ സോവിയറ്റ് യൂണിയനിൽ നിന്നും പുറപ്പെട്ട റഷ്യൻ നാവികസേനയാണ് ഇന്ത്യയുടെ സഹായത്തിനായി ഓടിയെത്തിയത്. റഷ്യൻ കപ്പലുകളുടെ ഒരു ഭാഗം ആണവായുധങ്ങൾ ഘടിപ്പിച്ച നശീകരണ കപ്പലുകളും അന്തർവാഹിനികളുമായിരുന്നു. അവ ബ്രിട്ടീഷ് അമേരിക്കൻ നാവിക കപ്പലുകൾക്ക് മാരകമായ ഭവിഷ്യത്തുകൾ വരുത്തുമെന്നത് അമേരിക്കയ്ക്കും മനസ്സിലായി, ബ്രിട്ടനും മനസ്സിലായി. അമേരിക്കയോ ബ്രിട്ടനോ ഇന്ത്യക്ക് നേരെ ഒരടിയെങ്കിലും മുന്നോട്ട് വെച്ചാൽ അവിടെ കത്തിച്ചാമ്പലാക്കും റഷ്യ എന്ന ബോധം അമേരിക്കയ്ക്ക് നല്ല പോലെ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, അമേരിക്കയുടെ കയ്യിലുള്ളത് ഏറ്റവും വലിയ ആധുനിക മികവുള്ള USS എൻ്റർപ്രൈസസ് ആണ്. അത് നശിച്ചു കാണാൻ അമേരിക്കയ്ക്ക് തീരെ താല്പര്യമില്ലാതിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഇന്ത്യയെ തൊട്ടാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ അമേരിക്കയുടെ കപ്പൽ വന്ന വഴി തിരിച്ചുവിട്ടു. അതേസമയം മറുവശത്തുകൂടി അമേരിക്കയുടെ വാക്ക് കേട്ട് കളത്തിലിറങ്ങി ഇന്ത്യയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ബ്രിട്ടൻ്റെ HMS ഈഗിളിനെ റഷ്യൻ സൈന്യം വളഞ്ഞു. ഇത് ബ്രിട്ടന് ഒരു ഗംഭീര താക്കീതാണ് നൽകിയത്. ഇന്ത്യക്കെതിരെ നിങ്ങൾ ആയുധമെടുത്താൽ അത് നിങ്ങൾ റഷ്യക്കെതിരെ ആയുധമെടുത്തതുപോലെയാണ്. ഇന്ത്യ റഷ്യ ബന്ധത്തിൻ്റെ ആഴം ഇതിലും വ്യക്തമായി ശത്രുക്കൾ മനസ്സിലാക്കിയ ഒരു നിമിഷം ചരിത്രത്തിലുണ്ടായിട്ടില്ല. ചൈന, അറബ് രാജ്യങ്ങൾ തുടങ്ങി ശ്രീലങ്ക വരെ അന്ന് പാകിസ്ഥാനൊപ്പമായിരുന്നു. പക്ഷെ അതൊന്നും ഇന്ത്യയെ ബാധിച്ചിരുന്നില്ല. സഹായം അഭ്യർത്ഥിച്ചു ചെന്ന അമേരിക്ക തടിയൂരുകയും ഇന്ത്യ വീണ്ടും പാകിസ്ഥാന് നേരെ തിരിയുകയും ചെയ്തപ്പോൾ അടിയറവില്ലാതെ പാകിസ്ഥാന് മറ്റു വഴികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ വെറും 2 ആഴ്ച കൊണ്ട് ഡിസംബർ 16-ന് 93,000 പാകിസ്ഥാൻ സൈനികർ ഇന്ത്യൻ സൈന്യത്തിന് മുന്നിൽ കീഴടങ്ങി. ഇതോടെ ആ യുദ്ധത്തിൽ റഷ്യയുടെ കൂടെ ബലത്തിൽ ഇന്ത്യ വിജയം കരസ്ഥമാക്കി. അന്നു മുതൽ ഇന്നുവരെ സാങ്കേതികപരമായും സൈനികപരമായും വാണിജ്യപരവുമായൊക്കെ ഇന്ത്യയും റഷ്യയും ആ അടുപ്പം കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോഴുള്ള പാകിസ്ഥാൻ്റെ ഈ തുടർച്ചയായ പ്രകോപനത്തിലും റഷ്യ ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണയാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ അതിലുമുപരി പണ്ടത്തെക്കാളേറെ സൈനികപരമായും ആയുധപരമായുമൊക്കെ ഇന്ത്യ ഒരുപാട് വികസിച്ചു കഴിഞ്ഞു. ആ ഇന്ത്യക്ക് വലിയ തോതിലുള്ള ശേഷിയൊന്നും ഇതുവരെ കൈവരിക്കാത്ത പാകിസ്ഥാനെ കീഴ്പ്പെടുത്താൻ അത്ര വലിയ തന്ത്രപ്പാടൊന്നും ഉണ്ടായിരിക്കാൻ യാതൊരു വഴിയുമില്ല. പണ്ടത്തെ പോലെ ഇപ്പോഴും അതൊന്നും തന്നെ വേണ്ടിവരില്ല. മുമ്പും അത്ര പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ അത്രയുമില്ല. ചൈനയുടെ കൂട്ടുപിടിച്ച് ഇന്ത്യക്കിട്ടൊന്ന് പൊട്ടിക്കാമെന്ന് മനക്കോട്ട കെട്ടുന്ന പാകിസ്ഥാൻ്റെ തല പിളർക്കാൻ നാഗ ഭാർഗവ അസ്ത്രങ്ങളുമായിട്ടാണ് ഇന്ത്യ വേട്ടയ്ക്കൊരുങ്ങിയിരിക്കുന്നത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഫയർ ആൻഡ് ഫോർഗെറ്റ് ആൻറ്റി ടാങ്ക് ഗൈഡഡ് മിസൈലാണ് നാഗ്. ഈ നാഗ് ഉൾപ്പെടെയുള്ളവയുമായി തയ്യാറെടുത്തിട്ട് നിൽക്കുകയാണ് ഇന്ത്യൻ സൈന്യം. പാക് ഭീഷണിയെ നേരിടാൻ തദ്ദേശീയ ഡ്രോൺ പ്രതിരോധ ശേഷി വികസിപ്പിക്കുന്നതിൽ ഇന്ത്യ കാര്യമായ മുന്നേറ്റമാണ് നടത്തിയിട്ടുള്ളത്. ഇതിന് ഒരു പ്രധാന ഉദാഹരണമാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത മൈക്രോ മിസൈൽ സംവിധാനമായ ഭാർഗവാസ്ത്ര. ഇത് ഒരുപാട് പ്രത്യേകതകളുള്ള ഒന്നാണ്. 64 മൈക്രോ മിസൈലുകൾ വഹിക്കാൻ ശേഷിയുള്ള ഈ മൊബൈൽ പ്രതിരോധ പ്ലാറ്റ്ഫോം ഡ്രോൺ ആക്രമണങ്ങളെ നേരിടാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്തതാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത. ശത്രുക്കളുടെ ഡ്രോണുകളെ വിജയകരമായി ട്രാക്ക് ചെയ്യാനും നശിപ്പിക്കാനും ഭാർഗവാസ്ത്രയ്ക്ക് കഴിയും എന്ന് പരീക്ഷണത്തിൽ വ്യക്തമായി തെളിഞ്ഞിട്ടുള്ളതുമാണ്. ഭാർഗവാസ്ത്ര സംവിധാനത്തിൽ ഒരു സോഫ്റ്റ് കിൽ സംവിധാനം കൂടി ഉൾപ്പെടുത്തിയിരുന്നുണ്ട്. ഡ്രോണുകളെ ഒന്നും നശിപ്പിക്കാതെ അവയുടെ ആശയവിനിമയ സിഗ്നലുകൾ തടസ്സപ്പെടുത്തി നിർവീര്യമാക്കാൻ ഇത് സഹായിക്കും. വിവിധ ഭൂപ്രദേശങ്ങളിലും 5000 മീറ്റർ വരെ ഉയരത്തിൽ പ്രവർത്തിക്കാൻ ശേഷിയുള്ള ഈ സംവിധാനം എല്ലാ ദിശകളിൽ നിന്നുമുള്ള ഡ്രോൺ ഭീഷണികളെ പ്രതിരോധിക്കാൻ ശക്തമായ ഒരു കവചം തീർക്കുകയാണ് ചെയ്യുന്നത്. ഭാർഗവാസ്ത്രയിലെ നിരവധി നൂതന സാങ്കേതിക വിദ്യകളാണ് ഭാർഗവാസ്ത്രയിൽ ഉള്ളത്. കമാൻഡ് ആൻഡ് കൺട്രോൾ സെൻറ്റർ, അത്യാധുനിക C4I സംവിധാനങ്ങൾ, 10 കിലോമീറ്റർ വരെ ദൂരെയുള്ള ഇടത്തരം മുതൽ വലിയ UAVകളെയും 6 കിലോമീറ്റർ വരെ ദൂരെയുള്ള ചെറിയ ഡ്രോണുകളെയും കണ്ടെത്താൻ ശേഷിയുള്ള റഡാറുകളും ഇതിലുണ്ട്. അപ്പോൾ എവിടെയും ഒളിച്ചിരിക്കാൻ ഒരു ശത്രു വിമാനത്തിനും കഴിയില്ല. കുറഞ്ഞ റഡാർ സിഗ്നലുകളുള്ള ലക്ഷ്യങ്ങളെ കൃത്യമായി കണ്ടെത്താൻ ഭാർഗവാസ്ത്രയിലെ ഇലക്ട്രോ ഒപ്റ്റിക്കൽ ഇൻഫ്രാറെഡ് സംവിധാനം സഹായിക്കും. ഡ്രോണുകളെ കൂട്ടമായി നിർവീര്യമാക്കാൻ ഭാർഗവാസ്ത്രയ്ക്ക് പ്രത്യേക വൈദഗ്ധ്യമാണ് ഉള്ളത്.
ചില വികസിത രാജ്യങ്ങൾ സമാനമായ മൈക്രോ മിസൈൽ സംവിധാനങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. എങ്കിലും ഡ്രോൺ കൂട്ടങ്ങളെ നേരിടാൻ ശേഷിയുള്ള ഭാർഗവാസ്ത്ര പോലുള്ള ഒരു മൾട്ടി ലെയർ സംവിധാനം ഇതുവരെ മറ്റെവിടെയും വിന്യസിച്ചിട്ട് തന്നെയില്ല. ഇതിനു പുറമെ ഇന്ത്യയുടെ മിസൈൽ പ്രതിരോധം ഒരു ബഹുതല വല പോലെയാണ്. എക്സോ, മാക് 5, അശ്വിൻ, ആകാശ് എന്നിവയെല്ലാം ബാലിസ്റ്റിക് മിസൈലുകൾക്കപ്പുറം ഫൈറ്റർ ജെറ്റുകൾ, ഡ്രോണുകൾ, ക്രൂയിസ് മിസൈലുകൾ തുടങ്ങി ചൈനയുടെ നൂതന ബാലിസ്റ്റിക് ആയുധ ശേഖരങ്ങൾ വരെയുള്ള വിവിധ തരത്തിലുള്ള ഭീഷണികളെ നേരിടാൻ കഴിവുള്ളവയാണ് ഇവയെല്ലാം തന്നെ. അപ്പോൾ ഇന്ത്യ പാക് യുദ്ധം നടക്കുകയാണെങ്കിൽ ഇന്ത്യ എല്ലാ തരത്തിലും തന്നെ സജ്ജമായി നടക്കുകയാണ്. ആ യുദ്ധം ഒഴിവാക്കണം എന്ന് നമുക്കെല്ലാം ആഗ്രഹിക്കാം. പക്ഷേ എന്തെങ്കിലും ഒരു നീക്കം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ ഒരു തരത്തിലും ഇന്ത്യയെ തോൽപ്പിക്കാൻ പാകിസ്ഥാന് ആവില്ല. ഒരു സഹായവും ആവശ്യമില്ല. പ്രത്യേകിച്ചും റഷ്യ പോലും ഇന്ത്യയുടെ കൂട്ടാണ് നിൽക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇതുവരെ ഉണ്ടായ ചരിത്രം പരിശോധിച്ചാൽ ഉണ്ടാകുന്നത് എല്ലാ സമയം പോലെ തന്നെ ഇത്തവണയും പിന്മാറുമെന്ന് തീർച്ചയാണ്.